ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ എപ്പോഴും ഒരു സെൽഫിഷ് നമുക്കുള്ളവരാണ്. സെൽഫിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പലപ്പോഴും സെൽഫിഷായി മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് കിട്ടണം, ഞാൻ എന്നിൽ വളരണം, അല്ലെങ്കിൽ എനിക്ക് കുറേ ഉണ്ടാക്കണം, സമ്പാദിക്കണം, ഞാൻ ഉന്നതിയിലെത്തണം എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്, ഒരവസ്ഥയാണിത്. അതെല്ലാ തലങ്ങളിലുമുണ്ട്. ആത്മീയ മേഖലയിലുണ്ട്, ഭൗതിക മേഖലയിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഒരു വചനം നേരെ തിരിച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവനോ അദ്ദേഹം വളരേണ്ടിയിരിക്കുന്നു, ഞാനോ കുറയേണ്ടുമിരിക്കുന്നു. എന്ന് വെച്ചാൽ അവൻ വളരുവാനും ഞാൻ കുറയുവാനും ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം. അങ്ങനെയുള്ള വ്യക്തിയെ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് ദൈവം പറയുന്നു, ഇവൻ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, ജനിച്ചത് സ്ത്രീകളിൽ ജനിച്ചവൻ ഏറ്റവും ശ്രേഷ്ഠനാണ്. ഇന്ന് നമുക്ക് സ്ത്രീകളിൽ ജനിച്ച ഏറ്റവും ശ്രേഷ്ഠനാകണം താനും, എന്നാൽ എന്നിലുള്ള സെൽഫിഷൻ വിട്ട് കളയുന്നുമില്ല. ഞാൻ എപ്പോഴും വളരണം എന്ന് ചിന്തിക്കുന്നു. എൻ്റെ സഹോദരനേക്കാളും ഞാൻ മുന്നിൽ നിൽക്കണം, എൻ്റെ ഭാര്യയെക്കാളും അല്ലെ ഭർത്താവിനേക്കാളും ഞാൻ ഇച്ചിരി കൂടി ഒരു പടി ഉയർന്നു നിൽക്കണം. ഞങ്ങൾ വൈദികരാണ്, മറ്റു വൈദികരെക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ട് അറിയപ്പെടണം, വൈറലാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നൊരു കാലഘട്ടത്തിൽ വചനം പറയുകയാണ്, ഞാൻ കുറഞ്ഞിട്ട് അവൻ വളരണം. ഈ ഒരു മനോഭാവം എന്നിലുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലത്. അങ്ങനെ ഉണ്ടെങ്കിൽ നീ മറ്റുള്ളവരുടെ വളർച്ചയിൽ നീ നിന്നെ തന്നെ ഇല്ലാതാക്കി നീ വളരാൻ ആഗ്രഹിക്കാനും പരിശ്രമിക്കാനും വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ, നീ കുറയുന്നുണ്ടെങ്കിൽ, നിന്നെ നോക്കി ദൈവം പറയും, അല്ലെങ്കിൽ ദൈവരാജൻ നിന്നെ നോക്കി പറയും, നീയാണ് ഏറ്റവും ശ്രേഷ്ഠൻ. സ്ത്രീകളിൽ ഈ ഭൂമി ജനിച്ചവൻ നീ ശ്രേഷ്ഠനാണെന്ന് പറയും ദൈവം. അത് പറയാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് സാധ്യമാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ആയുധ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.